വീണ്ടും വരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എന്താണ് ക്രിസ്മസ്? മത്തായി 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ സർവജനത്തെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനാണ്. അവരുടെ പാപി എന്ന പേര് മാറ്റി അവരെ ഓരോരുത്തരെയും നീതിമാന്മാരാക്കി തീർക്കുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി വീണ്ടും നമ്മെ ചേർപ്പാൻ വരും. നമ്മെ ചേർപ്പാൻ വരുമ്പോൾ നാം ഏവരും ആ നിത്യമായ രാജ്യം അവകാശമാക്കി തീർക്കുമോ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവനെ നാം പാഴാക്കി കളയരുതേ. ഏതു നേരത്തും എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുവാൻ കഴിയുന്ന ഒരുവനെ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രമാണ്. ആ സ്നേഹത്തിൽ തന്നെ നമുക്ക് പ്രത്യാശ വെച്ചുകൊണ്ട് ആ നിത്യമായ രാജ്യത്തെ നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമ്മെ ഓരോരുത്തരെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ വന്ന യേശു കർത്താവിനെ ഓരോ സെക്കൻഡും നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ആ രക്ഷയെ കരസ്ഥമാക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.